ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു കിടു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഞാനൊരു ഗ്രീൻ കളർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സും വേണം. നമുക്ക് ഇഷ്ടമുള്ള അത്ര കളേഴ്സ് എടുക്കാവുന്നതാണ്. അതിൽ നിന്നൊരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം. ഒരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ആ യെല്ലോ കളർ പേപ്പറിലേക്ക് വരച്ചു കൊടുക്കാം. എല്ലാ പേപ്പേഴ്സും ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ഹാർട്ട് ഷേപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കളറിലും ചെയ്തെടുക്കാം. ഞാൻ 7 കളേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഫെവിക്കോളും വാട്ടറും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് ബോട്ടിലിന് മുകളിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോ കളറിലുള്ള പേപ്പേഴ്സും ഇതുപോലെ ഒരു ലൈനായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരു ലൈനിൽ ഫുൾ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് പേപ്പേഴ്സ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലൈനും ഇതുപോലെ തന്നെ ചെയ്യണം. ഇത് ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ലൈനിലെ സെക്കൻഡ് കളർ വെച്ചിട്ട്. ഇനി ബാക്കിയുള്ളത് നേരത്തെ അതേ ഓർഡറിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി തേർഡ് ലൈൻ തുടങ്ങുമ്പോൾ നമ്മൾ സെക്കൻഡ് ലൈനിലെ രണ്ടാമത്തെ കളർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഫസ്റ്റ് ലൈനിലെ മൂന്നാമത്തെ കളർ. ഈ ഒരു പാറ്റേണിലാണ് ഞാൻ ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 2 ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കൂടി ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഫുള്ള് ചെയ്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചൊരു പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സെയിം കളർ ഡയഗണൽ ഷേപ്പിലാണ് വരുന്നത്. ഇങ്ങനെ ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കളേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെ ഈ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, കളർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാനൊരു മാർക്കർ എടുക്കുന്നുണ്ട്. എന്നിട്ട് പേപ്പറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഒന്നിടവിട്ടിട്ടുള്ള പേപ്പേഴ്സിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. എല്ലാത്തിലും വരയ്ക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. ചെയ്തു വരുമ്പം സെയിം കളേഴ്സിലാണ് നമ്മൾ മാർക്കർ വെച്ചിട്ട് ചെയ്യുന്നത്. ആ ഒരു പാറ്റേണിലാണല്ലോ നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഡയഗണൽ ഷേപ്പിലാണ് സെയിം ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ഓറഞ്ചിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ പെയിൻ്റ് ഒന്നും ഇല്ലാതെ പേപ്പേഴ്സ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിലാണിത്. ഇത്രയും കളർ പേപ്പേഴ്സ് വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ വെറും 2 കളറേ ഉള്ളൂവെങ്കിൽ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ഇതേപോലെയുള്ള ഹാർട്ട് ഷേപ്പിന് പകരം സർക്കിൾ ഷേപ്പ് ആക്കാം, ട്രയാങ്കിൾ ആക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്ലാസ് ബോട്ടിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.